കിഫ്ബി വഴി ജലവിഭവ വകുപ്പിൽ 5480 കോടിയുടെ പദ്ധതികളാണ് നടപ്പാക്കിയത്. കേരളത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റുന്ന പദ്ധതികളാണ് നടപ്പിലാക്കുന്നതെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പറയുന്നു. കേരളത്തിന്റെ വികസന വളർച്ചയിൽ വലിയ മാറ്റങ്ങൾക്ക് നിദാനമാകാൻ സർവതല സ്പർശിയായ വികസനങ്ങൾക്ക് നേതൃത്വപരമായ പങ്കാളിത്തവും കൂടി ഏറ്റെടുക്കാൻ കഴിയത്തക്ക വിധത്തിലാണ് കിഫ്ബിയുടെ പ്രവർത്തനങ്ങളെ ഞാൻ നോക്കിക്കാണുന്നത്. അടിസ്ഥാന വികസന രംഗത്ത് ഇത്ര കണ്ട് പെട്ടെന്ന് കേരളത്തിന് വളർന്നു വരാൻ കഴിഞ്ഞത് ഈ പ്രവർത്തനങ്ങളുടെയും കൂടി പശ്ചാത്തലത്തിലാണ്. ആരോഗ്യരംഗത്ത് നല്ല ആശുപത്രി കെട്ടിടങ്ങളും, വിദ്യാഭ്യാസ രംഗത്ത് ഓടിട്ട ഷീറ്റിട്ട ഓലമേഞ്ഞ കെട്ടിടങ്ങളെല്ലാം മാറി നവീനമായ മൾട്ടിസ്റ്റോർ ബിൽഡിങ്സ് തീർന്ന് കുട്ടികൾ സുരക്ഷിതരായി പഠിക്കുന്ന ഒരു കേരളം കാണാനായിട്ട് നമുക്ക് കഴിഞ്ഞു. ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ പോലും ഇത്തരം വികസന സാധ്യതകളെല്ലാം പൂർണ്ണമായും അനുഭവവേദ്യമാക്കാൻ കഴിഞ്ഞൊരു പ്രദേശമായി ഒരു മലയോര മേഖലയും മാറിയെന്നാണ് ഞാൻ സൂചിപ്പിച്ചതിൻ്റെ അർത്ഥം. അതോടൊപ്പം തന്നെ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഈ വകുപ്പിൽ വാട്ടർ അതോറിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് മാത്രം എടുത്ത് പരിശോധിച്ചപ്പോൾ കാണാൻ കഴിഞ്ഞത് 5480 കോടി രൂപ വാട്ടർ അതോറിറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇതിനോടകമായി തന്നെ ചെലവഴിക്കാനായിട്ട് സാധിച്ചു. മാത്രമല്ല ഇറിഗേഷൻ്റെ കനാൽ നവീകരണ പ്രവർത്തനങ്ങൾ ഏതാണ്ട് 107 കോടി രൂപയുടെ ചിലവ് ഇതിൻ്റെ ഭാഗമായി കേരളത്തിൽ നടപ്പിലാക്കാൻ ഇതിനോടകം തന്നെ സാധിച്ചു. റെഗുലേറ്റർ കം ബ്രിഡ്ജസ് എടുത്ത് നോക്കുമ്പോൾ കാണുന്നത് 531 കോടി രൂപയുടെ പ്രവർത്തികൾ ഇതിൻ്റെ ഭാഗമായി നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ചെല്ലാനം പോലുള്ള പദ്ധതികൾ ഒരുപക്ഷെ കേരളത്തിൽ ആദ്യമായിട്ടാണ് ടെട്രാപോഡ് ഉപയോഗിച്ചുള്ള പദ്ധതി പൂർത്തീകരിച്ച് സംരക്ഷിതമായ കവചം തീർക്കാൻ കഴിയുന്ന ഒരു തീരദേശ സംരക്ഷണത്തിന് ഒത്തുകുന്ന മാതൃക നമുക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞത്. മാത്രമല്ല ചെക്ക് ഡാമുകളുടെ ക്രമീകരണത്തിന് 30 കോടി രൂപ. അങ്ങനെ എടുത്ത് പരിശോധിക്കുമ്പോൾ കിഫ്ബിയുടെ ധനസഹായത്തോടെ 2310 കോടി രൂപയുടെ പ്രവർത്തികൾ ഇറിഗേഷൻ മേഖലയിൽ നടപ്പിലാക്കാൻ സാധിച്ചു എന്നുള്ളത് ഈ വകുപ്പിനെ കൂടുതൽ ശാക്തീകരിക്കാനായിട്ട് സാധിച്ചു. ചേലച്ചോട് വണ്ണപ്പുറം റോഡ്, നത്തുകൽ അടിമാലി റോഡ് ഉൾപ്പെടെയുള്ള ബൃഹത്തായ പദ്ധതികൾ 50 കോടി 55 കോടി രൂപയുടെയൊക്കെ പ്രവർത്തികൾ ആ നിലയിൽ തുടർന്നു വരുന്നു. നല്ല സ്കൂൾ കെട്ടിടങ്ങൾ, അടിസ്ഥാനപരമായി നിർമ്മിക്കുന്ന മെഡിക്കൽ കോളേജിന് ആവശ്യമായ കെട്ടിട സൗകര്യങ്ങൾ, അങ്ങനെ എല്ലാ മേഖലയിലും കിഫ്ബിയുടെ ഒരു സഹായം സർവതല സ്പർശിയായ മാറ്റങ്ങൾക്ക് ഇടം കൊടുക്കുന്ന ഒരു വലിയ നേട്ടമായി കേരളത്തിൽ കാണാൻ കഴിയും.